ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചൂസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബനാന സ്വീറ്റാണ്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ബനാന സ്വീറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 4 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബനാന കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കാഷ്യൂ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബനാന കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും അതിന് മുകളിൽ ബനാന ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ലെയറായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കാം. ഷുഗർ ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ ഗീ ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് കാഷ്യൂസ് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബനാന സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.